എത്നിക് അറ്റയർ റൗണ്ടിൽ ഹിമാചൽ പ്രദേശിനെ റെപ്രസെന്റ് ചെയ്ത് വേദിയിലെത്തുന്നു നമ്മളുടെ കണ്ടസ്റ്റന്റ് ദ ലവ്ലി ശീതൽ. വനിതാരത്നത്തിന് ഹിമാചൽ പ്രദേശിന്റെ നമസ്കാരം. ഏറ്റവും കൂടുതൽ വനിതകളെ പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ഹിമാചൽ പ്രദേശ്. വിമൻ എംപവർമെന്റിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇവിടെ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. സ്റ്റേറ്റ് ലാംഗ്വേജ് ഹിന്ദിയാണ്. പഹാരി, കാംഗ്രി, ഡോഗ്രി, മണ്ടേലി, കിന്വാരി അങ്ങനെ ഒത്തിരി ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടി ലിംഗ്വൽ ആണ്, മൾട്ടി റീജിയണൽ ആണ്. ഇവിടെ 12 ഡിസ്ട്രിക്റ്റ് ആണ് ഉള്ളത്. ഇവിടുത്തെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി അങ്ങനെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ കിന്വാരി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പോളിഗമി, പോളിയാൻഡ്രി ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. അതായത് ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം അത് പ്രൊമോട്ട് ചെയ്യുന്നവരും പ്രാക്ടീസ് ചെയ്യുന്നവരുമാണ്. അതുപോലെ തന്നെ ഗിജ്വാരി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ പ്രീ മാരിറ്റൽ, അതൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്, പ്രീ മാരിറ്റൽ സെക്സ് പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. അവർ അങ്ങനെയുള്ള എന്താ പറയുക, അങ്ങനെ നമ്മൾ അധികം നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ക്ഷേത്രങ്ങൾ ഒത്തിരി ഉണ്ട്. ഹാൻഡിക്രാഫ്റ്റ്സിന് വളരെയധികം പേര് കേട്ട ഒരു നാടാണ്. ഇതാണ് അതിൻ്റെ ഷോൾ, പശ്മിന ഷോൾ എന്നാണ് ഇതിൽ പറയുന്നത്. എംബ്രോയിഡറി വർക്ക്സ് ചെയ്യുന്ന ഈ ഷോൾ അവർ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും, ഇതാണ് അവരുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂം. വെസ്റ്റേണൈസേഷൻ ഒത്തിരി നിന്ന് കൊടുക്കാത്ത ഒരു സംസ്ഥാനമായിരുന്നു ഹിമാചൽ പ്രദേശ്. എങ്കിലും ഇപ്പോൾ ചേഞ്ചസ് കുറച്ചൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ല അത്. അവർ കൂടുതലും നാച്ചുറൽ ബ്യൂട്ടിയെയും ഒക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി നമ്മളുടെ നാട്ടിൽ ഒട്ടും ഇല്ലാത്തതാണ്. അത് ഏറ്റവും കൂടുതലുള്ള ഒരു നാടാണ്. ലീസ്റ്റ് പൊല്യൂട്ടഡ്, ലീസ്റ്റ് കറപ്റ്റഡ്. ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാനങ്ങളിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത എങ്കിൽ എല്ലാം കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. വ്യാസ മഹർഷി, പരാശരൻ, മാർക്കണ്ഡേയൻ, ലാമാസ് അങ്ങനെ ഒത്തിരി പേരുള്ള അവിടുത്തെ ഫസ്റ്റ് ലെഫ്റ്റനന്റ് അങ്കിതയാണ് ആദ്യമായി സ്ത്രീകൾക്കൊരു പ്രചോദനമായി നേവിയിലേക്ക്, ഏവിയേഷനിലേക്ക് ആദ്യം പോയത് ലെഫ്റ്റനന്റ് അങ്കിതയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. Thank you very much, Sheetal. I think ഒരു well-rounded information about ഹിമാചൽ പ്രദേശ് ശീതൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നേരിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കിടക്കാം. സിതാര ചേച്ചി, your question please. ശീതൽ നന്നായി പഠിച്ചിട്ടുണ്ട് ഹിമാചൽ പ്രദേശ്. എന്നാലും ഒരു കുഞ്ഞു ചോദ്യം, ഹിമാചൽ പ്രദേശിന്റെ ലിറ്ററൽ മീനിങ് എന്താണ്? ലിറ്ററൽ മീനിങ് എന്ന് പറയുമ്പോൾ ഇൻ ദ ലാപ്പ് ഓഫ് ഹിമാലയാസ്. ഗുഡ്. ഒരെണ്ണം കൂടി വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ദേവ് ഭൂമി, ലാൻഡ് ഓഫ് ലോർഡ്സ്, ലാൻഡ് ഓഫ് ടെമ്പിൾസ്, അങ്ങനെ ഒത്തിരി നിക് നെയിംസ്, പെറ്റ് നെയിംസ് ഉണ്ട് ഈ ഹിമാചൽ പ്രദേശിൽ. ഒന്നും കൂടി ഹിമാചൽ പ്രദേശിന്റെ അവിടെ കൂടുതലുള്ള ഒരു ക്ലൂ ആണ്, കൂടുതലുള്ള ഒരു രാജ്യമാണ് അത്. ശീതളിന്റെ ഇപ്പൊ ഉണ്ട് കയ്യില്. ഒന്നൂർ പറയാം. കയ്യിലുണ്ട്, കയ്യിലല്ലെങ്കിലും ഇവിടെ ഉണ്ട്. ശീതൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആപ്പിൾ, അതെന്താണ്? ഫ്ലവേഴ്സ്, ലാൻഡ് ഓഫ് ഫ്ലവേഴ്സ്, ലാൻഡ് ഓഫ് എത്തുന്നു അടുത്തോട്ട്. ഒന്നും കൂടി. അതിലെന്താണ് സാധനം? ഏതില്ല, എനിക്ക് അതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് 2 സാധനം ഉണ്ട്. അതിലൊരു സാധനം എനിക്ക് വിശക്കുന്നു. ആപ്പിൾ എന്താ? ആപ്പിൾ ഫ്രൂട്ട്സ്, ലാൻഡ് ഓഫ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട് ബോൾ ഓഫ് ദ വേൾഡ് ഓഫ് ഇന്ത്യ. ഫ്രൂട്ട് ബോൾ ഓഫ് ദി കൺട്രി. അല്ലെ, ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ ഭയങ്കര ഫേമസ് ആണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ആപ്പിൾ ഓഫ് ദ കൺട്രി ശരിയാണ്. ഫ്രൂട്ട് ബോൾ ഓഫ് ദ കൺട്രി. താങ്ക് യു ചേച്ചി. മുരളി ചേട്ടാ. ശീതൾ, സർ ആക്ച്വലി ഇപ്പൊ എന്ത് ചോദിക്കാനാണ്? ഒരു 1,900 കാര്യം ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നത്?
എന്നാലും സാർ എന്തെങ്കിലും പണി അതെ, തരുമെന്ന് എനിക്കറിയാം. എന്നാലും ശീതൽ ടച്ച് ചെയ്യാത്തൊരു ഏരിയ ഉണ്ട്. ഞാൻ ആ ഏരിയ ടച്ച് ചെയ്യരുതേ എന്ന് പറഞ്ഞിരിക്കരുത്. ആ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണത്, ആക്ടിങ് ആണത്. ആ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ വരുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്നാണ്. നടിയുണ്ട് നടനാണ്. മുരളിച്ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് അദ്ദേഹം. ക്ലൂ ഹിന്ദിയിലെ ടോപ്പ് 10 നല്ല നടന്മാരിൽ അദ്ദേഹം പെടും. അതെനിക്കറിയാം, നല്ല നടനാ. പേര് ഈ അടുത്ത കാലത്ത് അദ്ദേഹം കൊച്ചിയിൽ വന്നിട്ട് ഒരു 1 man ഷോ ചെയ്തിരുന്നു. JT പാക്കിൽ വന്നിട്ട് Come on. ഒരു മലയാളം പടത്തിൽ അഭിനയിച്ചിരുന്നു. ഇത്രയും ക്യൂ ഒക്കെ അല്ലാതെ ഞാൻ ആ പേരിന്റെ ഒരു മലയാളം പടത്തിൽ അഭിനയിച്ചിരുന്നു. Come on. മലയാളം ചൗഹ- എന്റെ അമ്മേ. മോഹൻലാലിന്റെ കൂടത്തിൽ ഒരു മലയാളം പടത്തിൽ ജയപ്രദയുടെ അഭിനയിച്ചിരുന്നു. ജയപ്രദയുടെ കൂടത്തിൽ അയ്യോ, ബ്ലെസ്സി സാറിന്റെ പ്രണയ ഒരു റൊമാൻറ്റിക് ഫിലിം ആയിരുന്നു അത്. പ്രണയമാണ് സിനിമ. മൂവി പ്രണയം. ആ, ആരാ നടൻ? He's got a acting school in Bombay. ഒക്കെ ഉണ്ട്. സർ, പേരിന്റെ A ആണ് തുടക്കം, K ആണ് രണ്ടാമത്തേന്റെ. ആ, മലയാളത്തിൽ I know ആ it. ആണ് തുടക്കം. എന്റെ ഇതിനേക്കാൾ നല്ല ഞാൻ ആ പേര് പറഞ്ഞു തരുന്നതാണ്. അനുപം ഖേർ. അനുപം ഖേർ. ഇപ്പൊ ഞങ്ങളെ പറഞ്ഞു വന്നപ്പോ ക്യാൻസൽ. ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണോ? ഉണ്ടോ? കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞു. മതിയല്ലോ. ആ ഒരെണ്ണത്തിൽ തന്നെ പണി വന്നു. എന്തായാലും ആക്ട്രസസിന്റെ കൂടെ പറഞ്ഞ ഒരു രസത്തിന്. കങ്കന റൗത്ത് റൺ ഔട്ട്. ആൻഡ് പ്രീതി സിന്റെ ആണ് അവിടുത്തെ ടൂറിസത്തിന്റെ എല്ലാത്തിന്റെയും ambassador. ബ്രാൻഡ് അംബാസഡർ. ഷംന. എന്താ ചോദിക്കുക? എനിക്കൊന്ന് ഇത്രയും പഠിച്ചതുകൊണ്ട് ഇത് അറിയായിരിക്കും. ഹിമാചൽ പ്രദേശിന്റെ കൾച്ചറൽ ഐഡന്റിറ്റി എന്താണ്? കൾച്ചറൽ ഐഡന്റിറ്റി എളുപ്പമുള്ള ചോദ്യം ഇപ്പൊ കേട്ടോ. കൾച്ചറൽ ഐഡന്റിറ്റി അതെനിക്കറിയാം. ഒന്ന് എനിക്കറിയാം, ഞാൻ ചെയ്യുന്ന സംഭവമാണത്. Yeah. ഡാൻസ്. പിന്നെ ഒന്ന് പിന്നെ ഷംനനെ കണ്ടാൽ നമുക്കൊക്കെ ആസ്വദിക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് ബ്യൂട്ടി. ആൻസർ കിട്ടി, രണ്ടും കിട്ടി. കള്ളം പറയരുത്. ഓക്കെ ഫൈൻ. വൺ മോർ ക്വസ്റ്റ്യൻ. ബീങ് എ ഡാൻസർ, എനിക്കറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അവിടുത്തെ ഐഡന്റിറ്റി ഡാൻസും മ്യൂസിക് ആണല്ലോ. പാടാൻ അറിയോ? ഡാൻസ് ഒരു സ്റ്റെപ്പ്, അവിടുത്തെ എന്തെങ്കിലും മൂവ്മെന്റ് കണ്ടിട്ടുണ്ടോ? വീഡിയോസ് കണ്ടിരുന്നു, ഒത്തിരി കണ്ടിരുന്നു. സ്റ്റെപ്പ് ഡാൻസ് ആണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് എനിക്ക് പഠിപ്പിച്ചു തരാണെങ്കിൽ അടുത്ത സ്റ്റേജിൽ ഞാൻ യൂസ് ചെയ്യും. പഠിപ്പിച്ചു തരണോ? എന്റെ ഡാൻസ് അറിയോ? യു നോ അവരുടെ എന്തെങ്കിലും മൂവ്മെന്റ് എന്തെങ്കിലും അറിയോ? അവരുടെ ട്രൈബലിന്റെ ഒരു മൂവ്മെന്റ് എനിക്കറിയാം. ഷോ മീ ദാറ്റ് പ്ലീസ്. ബട്ട് എനിക്കത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിച്ചാ എന്നെ പോലെ എന്താ വളരെ ശാരീരിക അധ്വാനം ഇല്ലാത്ത ഒരു സ്റ്റെപ്പ് ആയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു നോ പ്രോബ്ലം. എന്തായാലും എനിവേസ് I'll show it. Yeah, sure. Yeah, fantastic. ഇനി ഷംനയുടെ അടുത്ത ഡാൻസ് പെർഫോമൻസിൽ നമ്മൾക്ക് ഇത് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ശീതൾ, Sir. റാംപ് വാക്ക് വാസ് ഓക്കെ, ബട്ട് യുവർ ടോക്ക് വാസ് സൂപ്പർ. അസലായിരുന്നു. ഒന്നാമത് വളരെ തെറ്റായാലും ശരിയായാലും അങ്ങ് പറയുക എന്നുള്ളതാണ് അത് പിന്നെ എനിക്കറിയാം. നേരത്തെ നമ്മളെ ഗ്രൂമിങ് സെഷനിലെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചത്? അത് ഞാൻ തുടക്കം മുതലേ ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. എല്ലാം നല്ല പാടുപെട്ട് സംഘടിപ്പിച്ചതാണ്. ആ. പിന്നെ എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് എൻ്റെ അമ്മയോടാണ്. കാരണം അമ്മയ്ക്ക് ഈ വീട് അലങ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എവിടെ ഇങ്ങനത്തെ ഈ ഐറ്റംസ് ഒക്കെ കണ്ടാലും വാങ്ങും. അപ്പൊ ഞാൻ എപ്പോഴും പറയാം, അമ്മ ചുമ്മാ എന്തിനാ ഇങ്ങനെ കാശ് കളയണേ. പക്ഷെ ഇത് ഇങ്ങനെ ഒരു റൗണ്ട് വന്നപ്പോ എനിക്ക് എന്തോ ഇത് കണ്ടപ്പോ തന്നെ ആകെ സന്തോഷമായി. ഇതൊക്കെ യൂസ് ചെയ്യാം. ഇതെല്ലാം എൻ്റെ അമ്മ വാങ്ങി വെച്ചിരിക്കുന്നതാണ്. ആൻഡ് കൊട്ട വി ബോട്ട് ഇറ്റ്. വാട്ട് അബൌട്ട് ദീസ് തിങ്സ്? ഇത് ഒത്തിരി വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ്. കാരണം അവര് അധികം ഓർണമെന്റ്സ് യൂസ് ചെയ്യില്ല, കുറച്ചേ യൂസ് ചെയ്യുള്ളൂ. ബട്ട് അത് ഭയങ്കര ഹെവി ആയിരിക്കും. അത് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഭാഗം നിറഞ്ഞിരിക്കണം. ഇത് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച ഞങ്ങൾ നോക്കി നടന്ന് പല സ്ഥലങ്ങളിൽ നടന്നിട്ടാണ് ഈ ഓർണമെന്റ്സ് കിട്ടിയത്. വെരി ഗുഡ്. താങ്ക് യു സർ. എനിക്കും ശീതലിൻ്റെ വാക്കിങ്ങിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടതും ശീതൽ എക്സൽ ചെയ്തതും ടോക്കിലാണ്. നന്നായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. ഷംന, സെയിം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡ്രസ് എവിടുന്നാ? ഡ്രസ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണോ? ഇത് ആക്ച്വലി ഇപ്പം ഞാൻ ഇട്ട് വന്നപ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഇതായിട്ടുണ്ട്. പക്ഷെ ഇത് ഓരോന്നും ഓരോ പാർട്ടാണ്. ഇത് ഷോളാണ്, ഈ ഗുജറാത്തി ടൈപ്പിലെ ഷോളാണ്. ഇതൊക്കെ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു. ഇത് റെന്റിന് എടുത്തതാണ്. പക്ഷെ ഇത് കിട്ടാൻ ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടി. എങ്കിലും
എന്താ പറയാ ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷോയിൽ നമ്മൾ ബുദ്ധിമുട്ടിയാലേ നൈസ്, നല്ലായിരുന്നു. ഓൾ ടുഗദർ ഇറ്റ് വാസ് വെരി നൈസ്. യു ആർ ലുക്കിംഗ് സോ പ്രിറ്റി. അയ്യോ, അല്ല. എന്തായാലും മാർക്ക് Mark തരും ഞാൻ. വന്നിട്ടില്ല. അതല്ല എന്റെ ഫേവറേറ്റ് കളർ, എന്റെ അപ്പൊ ഞങ്ങൾ ഫേവറേറ്റ് രണ്ടാളും പാറ്റേൺ. ഓ, എന്റെ ഞങ്ങൾ favorite കൊള്ളില്ല colour. അല്ലേ? ഞങ്ങൾ പ്രിട്ടി അല്ല അല്ലേ? സിതാര മാമിന്റെ ഒക്കെ സൗന്ദര്യം ഞങ്ങൾ പണ്ടേ അംഗീകരിച്ച ഒരു സത്യമാണ്. ഇനി വീണ്ടും വീണ്ടും ഞങ്ങളെ പറയരുത്. please വിടൂ. ഞാൻ അഭിനയിക്കുമ്പോൾ മുതൽ ഞാൻ പറയുന്നത് എനിക്ക് സുന്ദരിയായ അമ്മ, സുന്ദരിയായ അമ്മ, എന്നെ അങ്ങനെ സുന്ദരി എന്റെ അമ്മ ആ സിനിമയില്. അതാണ് എന്റെ കുഴപ്പം.